ഇതെന്താണെന്നറിയാമോ? സാഗര റാണി എന്ന് പറയുന്നൊരു ക്രൂയിസ് ഷിപ്പെന്നോ ക്രൂയിസ് ബോട്ടെന്നൊക്കെ പറയാം. സർക്കാരിൻ്റെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, കേരള ഷിപ്പിംഗ് ആൻഡ് ഐലൻഡ് എന്ന് പറയുന്ന അവിടെയുണ്ട്. നമ്മുടെ മറൈൻ ഡ്രൈവ് ഇല്ലേ, മറൈൻ ഡ്രൈവിൽ നിന്ന് മുന്നോട്ട് കടന്നു കഴിയുമ്പോൾ വാട്ടർ മെട്രോയുടെ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം ക്രൂയിസ് ടെർമിനൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പോയി ബുക്ക് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ബുക്കിംഗ് ഉണ്ട് കേട്ടോ, ഫോൺ വിളിച്ചും ബുക്കിംഗ് ഉണ്ട്, എല്ലാ ബുക്കിങ്ങും ഉണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. 600 രൂപയാണ് ഒരാൾക്ക് കേട്ടോ ഇതിൽ പോകാൻ. നമ്മൾ കായലിൽ കൂടെ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഇതാ കടലിലേക്ക് കയറും. കടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാട്ടായി, ഡാൻസായി, ബോട്ടിനകത്ത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. 2 മണിക്കൂർ നേരത്തേക്കാണ് 600 രൂപ നമ്മൾ കൊടുത്തത്. 5 മണിക്കൂർ നേരത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 1000 രൂപയൊക്കെയാണ്. ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, എല്ലാവരും ബർത്ത്ഡേ, ആ മന്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവരെയും വിളിച്ച് അവിടെ നിർത്തിയിട്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ഒരു ടാസ്ക് കൊടുത്തു. ടാസ്ക് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ടാസ്ക് ചെയ്തു. ടങ് ട്വിസ്റ്റ് ആയിരുന്നു, അത് ചെയ്തു. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു കേട്ടോ. അങ്ങനെ പരിപാടികളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് 2 മണിക്കൂർ. പക്ഷെ നമുക്ക് കടലിൽ അധിക സമയം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. മഴയായിരുന്നുകൊണ്ട് കടൽ കംപ്ലീറ്റ് ദൂരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ അധിക സമയം കടലിലോട്ട് പോയി. ഭയങ്കര തിരയായിരുന്നു. അവസാനമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കടലിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അവിടെ നമുക്ക് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. നമ്മളിങ്ങനെ ബോട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണെങ്ങാനും താഴോട്ട് പോയെങ്കിൽ തീർന്നില്ലേ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ അധികം പറ്റിയില്ല. ഉള്ളിലത്തെ വീഡിയോ ഒക്കെ എടുത്തു, അകത്ത് നടന്ന എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ നമ്മളെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 മണിക്കൂർ പോയതറിഞ്ഞു. പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോന്നു കടലിൽ നിന്ന്. കടൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മൾ കായലിൻ്റെ ഒരു സൈഡിൽ കിടന്നിട്ട് നമ്മൾ പ്രോഗ്രാംസൊക്കെ 2 മണിക്കൂർ അവർ സ്പെൻഡ് ചെയ്തു കേട്ടോ. എങ്ങനെ സമയം പോയെന്ന് പോലും അറിഞ്ഞില്ല. അത്ര രസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പാണ്. ഒക്കെ ഒരു ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ എറണാകുളം പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരം 5:30 നമ്മൾ കയറുന്നത്. ഇനിയിപ്പോൾ മഴയാകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മഴയത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഓണത്തിനൊക്കെ പോകാൻ പറ്റിയ ഒരു വൈബ് പരിപാടിയാണ്. നല്ല സൂപ്പറാണ്. അധികം റേറ്റും ഇല്ല. 2 മണിക്കൂറും കൂടി നമുക്ക് അത്യാവശ്യം കാണുകയും ചെയ്യാം. പകലൊക്കെ പോവുകയാണെങ്കിൽ, രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ ഡോൾഫിനെയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് പോയതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താണേലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു ഓഗസ്റ്റ് ചിങ്ങത്തോടൊക്കെ കൂടിയിട്ട് പോകാവുന്ന, വലിയ മഴയില്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി ട്രിപ്പാണ് കേട്ടോ. അതിനകത്ത് ഇത് ചെയ്തത് കിരൺ എന്നാണ് ഇയാളുടെ പേര്, ബ്ലാക്ക് ഷർട്ട് ഇട്ടയാൾ. മറ്റേ ആളുടെ പേര് ഞാൻ മറന്നു. അങ്ങനെ 2 പേരാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത്. പിന്നെ കുറച്ച് 2-3 കുട്ടികളുണ്ടായിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2-3 ആൺകുട്ടികളുണ്ടായിരുന്നു. അവരും അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിലൊരു എൻ്റർടൈൻമെൻറ്റാണ്. സ്നാക്സ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം കയറിയ സ്നാക്സ് ഉണ്ട്. ആ സ്നാക്സും ഒക്കെ കഴിച്ച് ചായയും ഒരു പാക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. എല്ലാവരും അറിയട്ടെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. മറൈൻ ഡ്രൈവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ വാട്ടർ മെട്രോയുടെ അവിടെ ആണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ നിന്നാണ് ഈ ബോട്ട് അല്ലെങ്കിൽ ഈ ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് അമ്മാസ് രുചികൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ബോട്ടിൻ്റെ പേര് മറക്കണ്ട കേട്ടോ. സാഗര റാണി എന്നാണ്. സാഗര റാണി ഷിപ്പ് എന്നാണ് പറയുന്നത്. ഷിപ്പാണോ എന്ന് ചോദിച്ചാൽ ഷിപ്പല്ല, ബോട്ടാണോ എന്ന് ചോദിച്ചാൽ ബോട്ടുമല്ല. നല്ല സേഫൊക്കെയാണ് കേട്ടോ. നല്ല സേഫ്റ്റി ആയിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ബൈ ബൈ.